നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശംഷാബാദ് രൂപതയുടെ അധ്യക്ഷനും വിശ്വാസി സമൂഹത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സ്വന്തം തട്ടിൽ പിതാവാണ്. പിതാവെ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ സിനഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച ഒരു പിതാവ് തട്ടിൽ പിതാവാണ്. കാരണം പിതാവിന്റെ വലങ്കൈയായിട്ട് 2 സഹായമെത്രാന്മാരെ സഭ പിതാവിന് നൽകുന്നു. ജോസഫ് കൊലംബർമൽ പിതാവും തോമസ് പാടിയത്തെ പിതാവും. ഈ 2 സഹായമെത്രാന്മാരെ ലഭിക്കുമെന്ന് പിതാവ് പ്രതീക്ഷിച്ചിരുന്നു. സത്യത്തിലെ ഈ ശംഷാബാദും തട്ടിൽ പിതാവും ഒക്കെ എനിക്ക് തോന്നുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. ഞാൻ 2010 തൃശ്ശൂർ വരെ സഹായമെത്രാനാകുന്നത്. പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ ജനുവരിയിൽ ഈ പ്രവാസികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു അപ്പസ്റ്റോലിക് ഡെലഗേഷൻ വിസിറ്റേറ്റർ വെക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരാളെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ പേരിലാണ് നറുക്ക് വീണത്. താഴ്ത്തുപിതാവ് എന്നോട് പറഞ്ഞു, തന്നെ ഞാൻ സഹായമെത്രാനായിട്ട് എടുത്തിട്ട് താൻ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റാം. പിന്നെ താഴ്ത്തുപിതാവ് എന്നോട് പറഞ്ഞു, അതിനൊരു ദൈവനിയോഗം ഉണ്ടിടോ, താനിത് കളയണ്ട, അത് പിടിക്കുക, എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ട് നടക്കുക. സത്യം പറഞ്ഞാൽ അത് വലിയ വിവേകമുള്ളൊരു അഭിപ്രായമായിരുന്നു. ഇതിൻ്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള തൃശ്ശൂർ രൂപതയാണ്. ഞാൻ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം പറഞ്ഞാൽ ഇതൊരു തർക്ക വിഷയമായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ ഫോർമുലയാണ് ശംഷാബാദ് ഡയസിസ്. ഒരുപാട് രൂപതകളൊന്നും വേണ്ട, ഒരു രൂപതയ്ക്കകത്ത് എല്ലാ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറോ മലബാർ സഭയ്ക്ക് ഇവാഞ്ചലൈസേഷന് തുല്യ അവകാശവും തുല്യ അവസരവും നൽകാൻ മാർപ്പാപ്പ തീരുമാനിച്ചു. അതാണ് ശംഷാബാദ് രൂപത. ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ 30 ഡയസിസസ്. ഇത് 31ാമത്തെ രൂപതയാണ്. മറ്റ് 30 രൂപതകൾക്കും ഉൾക്കൊള്ളാത്ത എല്ലാ ഭൂപ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 23 സംസ്ഥാനങ്ങൾ, 4 യൂണിയൻ ടെറിട്ടറികൾ, 2 ഐലൻഡുകൾ. തീർച്ചയായിട്ടും ഇന്ത്യയിലെ 87 ലാറ്റിൻ രൂപതകളുമായിട്ട് ഞാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ എനിക്ക് ഈ തീരുമാനം 2017 ഒക്ടോബർ മാസം 9 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാർക്ക് എഴുതിയ കത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ എന്നോട് കോൺഗ്രിഗേഷൻ ഫോർ ദ ഓറിയൻ്റൽ ചർച്ചസ് ആർച്ച് ബിഷപ്പ് വാസിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, വി എൻട്രസ്റ്റ് യു എൻ എൻവലപ്പ് ഓഫ് ഡ്രീംസ് ഓഫ് ദ ഹോളി സീ ആൻഡ് വി അവൈറ്റ് ഹൗ യു ആർ ഗോയിങ് ടു റിയലൈസ് അവർ ഡ്രീംസ്. ഇപ്പോൾ 2 മെത്രാന്മാരെ എനിക്ക് സഹായമെത്രാന്മാരായിട്ട് കിട്ടുമ്പോൾ എന്നെ റോമെ ഏൽപ്പിച്ച ഭാരമേറിയ ഈ ഉത്തരവാദിത്വം ഒരുപക്ഷെ എനിക്ക് സഹായികളെ നൽകിയാൽ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന് ബോധ്യമായിട്ടുള്ളതിൻ്റെ പേരിലാണ് ഈ 2 സഹായമെത്രാന്മാരെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എടുക്കുന്ന ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ്. ഇന്ത്യ മുഴുവൻ ഓടി നടക്കണം. മൈഗ്രൻസിന് വേണ്ടി മാത്രമല്ല, മൈഗ്രൻസ് എ മീൻസ് ടു മിഷൻ. നമ്മൾ പലപ്പോഴും മൈഗ്രൻസിന് കുന്തിരിക്കും കുറ്റി വീശാനും കറാപ്പ് തെളിക്കാനും അവർക്ക് മലയാളം കുർബാന ചെല്ലാനാണ് ഈ മൈഗ്രൻ്റ് ഡയസിസുകൾ വരുന്നത് എന്ന് ധരിക്കുന്നുണ്ട്. മാർപ്പാപ്പ കത്തിലത് തിരുത്തിയിട്ടുണ്ട്. മൈഗ്രൻസ് ആർ മിഷണറീസ്. നമുക്ക് മൈഗ്രൻസ് ജോലി തേടിപ്പോയവരായിട്ടാണ് നമ്മൾ കാണുന്നത്, കാശുണ്ടാക്കാൻ പോയവരായിട്ടാണ് നമ്മൾ കാണുന്നത്, ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പോയവരായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സിറോ മലബാർ സഭയുടെ 35 രൂപതകളിൽ 13 രൂപതകളെ കേരളത്തിലുള്ളൂ. ബാക്കി ഇന്ത്യയിലെ 18 രൂപതകൾ കേരളത്തിന് പുറത്താണ്. 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്താണ്. ഇതെല്ലാം മൈഗ്രൻസ് ആണ്. അതുകൊണ്ട് അച്ഛനും കപ്പ്യാരും കന്യാസ്ത്രീയുമാണ് മിഷണറിമാരെന്ന് ധരിക്കുന്നൊരു ലോകത്തിലെ അല്ല മൈഗ്രൻസ് എ മീൻസ് ടു എക്സ്പാൻഷൻ ഓഫ് ദ ചർച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരിശുദ്ധ സിംഹാസനം ഞാൻ ചെയ്യുന്ന ജോലികൾ ഭാരമേറിയതാണെന്നും അതിലൊരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെന്നും എനിക്കൊരു ക്ഷമയോനും വെറോനിക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന്
തീരുമാനിച്ചത് കൊണ്ടാണ് എനിക്ക് തോന്നി സഹായമെത്രാന്മാരെ കിട്ടിയത്. തട്ടിൽ പിതാവിന് തന്നതല്ല, തട്ടിൽ പിതാവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലെ ഒരു കൂട്ടുപങ്കാളികളായിട്ട് തന്നതായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. ശരിയും പിതാവ് 2017 ഒക്ടോബറിലാണ് ഈ രൂപത സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപനം നടത്തുന്നത്. പിന്നെ 2018 ജനുവരിയിൽ രൂപത ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. തൃശ്ശൂർ പോലുള്ള വലിയൊരു രൂപതയിൽ നിന്ന് പിതാവ് ശരിക്കും ഒരു ഒന്നുമില്ലായ്മയിലേക്കാണ് ശംഷാബാദ് രൂപതയിലേക്ക് കാലെടുത്ത് വെച്ചത്. ഈ ഒന്ന് ബിഷപ്പ് ഹൗസ് പോലും ഒരു അടിസ്ഥാന സൗകര്യങ്ങളും പോലും ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നില്ല. ആ ഒരു വെല്ലുവിളിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിച്ചു? ഞാൻ രൂപത ആരംഭിക്കുമ്പോൾ വട്ടപൂജ്യത്തിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ജോർജ് പറഞ്ഞ വാക്കുകൾ വളരെ സത്യമാണ്. ശൂന്യത. ഞാൻ ഒരു അനുഭവം പറയാം. ഞാൻ കിടക്കാനൊരിടമില്ലാതെ ഒരു പള്ളിയുടെ ഒരു കുഞ്ഞു മുറിക്കകത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അൺമാരീഡ് ആയിട്ടുള്ള ഒരു ആൾ ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതിന് കഴിയുമ്പോൾ ഒരു ഷെയർഡ് റൂം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുറി, ഒരു ടോയ്ലറ്റ്, ഒരു മേശ. തൃശ്ശൂരിൽ പ്രഗത്ഭനായിട്ടുള്ളൊരു അച്ഛൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ മുറി കണ്ടിട്ടും അദ്ദേഹം ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് എന്നോട്, വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ വാഷ്റൂമില്ല. അപ്പോൾ എൻ്റെ വാഷ്റൂമിലേക്ക് വിട്ടു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പിതാവേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പിതാവേ. പിതാവിന് ഒന്നുമില്ലല്ലോ. വളരെ സത്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. തമ്പുരാൻ അത് വഴി നടത്തി. അത് തട്ടിൽ പിതാവിൻ്റെ കഴിവ് കൊണ്ട് നേടിയെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിനെ ചുമന്ന കഴുതയായിട്ട് ഞാൻ കർത്താവിൻ്റെ കൈകളിൽ തീർന്നു എന്നുള്ളതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. അഞ്ചപ്പം കൊടുത്ത കുഞ്ഞ് അത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് ബാക്കി വന്നെന്ന് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷമുണ്ട്. ഞാനൊന്നും കൊടുത്തില്ല, പക്ഷെ കർത്താവ് അതെടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ചു. അതുകൊണ്ട് തന്നെ ഇല്ലായ്മകളുടെ ഒരു ലോകത്തിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഞാൻ തൃശ്ശൂരിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ തൃശ്ശൂർക്കാർ പറയുന്നത് ശരിയാണ്, തട്ടിപ്പിതാവിനെ ഇവിടുന്ന് തട്ടിയതാണ്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വിചാരിക്കുന്നു, ഞാൻ തൃശ്ശൂരിൽ ജീവിച്ചതിനേക്കാൾ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ സൗകര്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതിൻ്റെ പേരിലല്ല, ഇവിടത്തേക്കാൾ കൂടുതൽ സാധ്യതകൾ എൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും പുതിയ ചക്രവാളങ്ങൾ കർത്താവ്, നോഹയുടെ പ്രളയം കഴിഞ്ഞിട്ട് മഴവില്ല് കണ്ട നോഹയുടെ സന്തോഷമാണ് തട്ടിൽ പിതാവിന് ശംഷാബാദ് രൂപതയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കാനുള്ളത്. പലപ്പോഴും പിതാവ് ശംഷാബാദ് രൂപതയുടെ ഒരു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പിതാവ് നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു രൂപത, 23ഓളം സംസ്ഥാനങ്ങൾ, അതുകൂടാതെ ഐലൻഡ്സ്, യൂണിയൻ ടെറിട്ടറീസ്. എങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു ബൃഹത്തായ രൂപതയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പിതാവിന് ഓടിയെത്താൻ സാധിക്കുന്നത്? ആ ഒരു ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? എനിക്ക് ഒരു കാര്യം മാത്രമേ അതേക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അച്ചീവ്മെൻറ്റ്സ് അല്ല, അക്കമ്പനിമെൻ്റ് ആണ് പാസ്റ്ററൽ മിനിസ്ട്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപത വളർന്നുവെന്ന് നമ്മൾ അളക്കുന്നത് കെട്ടിടങ്ങൾ നോക്കിയിട്ടാണ്, പള്ളികൾ നോക്കിയിട്ടാണ്, പ്രസ്ഥാനങ്ങൾ നോക്കിയിട്ടാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ പോകുവിൻ, ജനങ്ങളുടെ നടുവിലേക്ക് പോകുവിൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സ്ഥിരമായിട്ടൊരു കട്ടിലിൽ കിടക്കാൻ കഴിയാത്തവനാണ്. നമ്മുടെ ആളുകളുടെ എല്ലാ സ്ഥലത്തും ഞാൻ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊരു അഹങ്കാരം പറയുന്നതായിട്ട് നിങ്ങൾ കരുതരുത്. ചാലക്കുടി പുഴയ്ക്ക് അപ്പുറത്ത് എനിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ലോകം ചാലക്കുടി പുഴയിൽ അവസാനിക്കുന്നതായിരുന്നു. ഇന്ന് തട്ടിൽ പിതാവിൻ്റെ ലോകം ഇന്ത്യ മുഴുവനാണ്. ഇന്ത്യയുടെ ഏത് കുഗ്രാമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാലും എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമുണ്ടല്ലോ, ഒരു പക്ഷേ അതാണ് എൻ്റെ അജപാലന ശുശ്രൂഷയിൽ എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി. ഒരുപക്ഷെ ഞാൻ ഈ പോയ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഞാൻ എങ്ങനെ യാത്ര ചെയ്തത്? ഞാൻ തീവണ്ടിയിൽ പോയിട്ടുണ്ട്, ഞാൻ ബസ്സിൽ പോയിട്ടുണ്ട്, ഞാൻ ലൈൻ ബസ്സിൽ പോയിട്ടുണ്ട്, ഞാൻ പ്ലെയിനിൽ പോയിട്ടുണ്ട്, ഓരോ സ്ഥലത്തിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി,
ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ട ആളുകളുടെ ഇടയിലാണ് ഞാൻ ചെല്ലുന്നത് എന്ന്. ഞങ്ങൾ പിതാവിനെ കാത്തിരിക്കുകയായിരുന്നു. പിതാവ് വന്നല്ലോ പിതാവേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം വീടുകളിൽ താമസിച്ച് ഉറങ്ങി ഭക്ഷണം കഴിച്ച് വീട്ടുകാരുടെ സ്വന്തമായിട്ടുള്ളൊരു പിതാവ് ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാകില്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറെ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിലാണ് ഞാൻ താമസിച്ചിരുന്നത്. പല ഏരിയസൊക്കെ വളരെ ദുർഘടമായിട്ടുള്ള ഏരിയകളുണ്ട് നമ്മുടെ ആളുകളും. മൈഗ്രൻസ് പലപ്പോഴും നമ്മളുടെ സിറ്റികളിലാണ്, അവർക്ക് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ മിഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്നോട് ഈ കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും മൈഗ്രൻ്റ് കെയറിന് വേണ്ടി ഒരു രൂപത ചോദിക്കരുത്. ദാറ്റ് ഇസ് എ മീൻസ് ടു എൻ്റർ ഇൻ ടു ദ മിഷൻ. അതുകൊണ്ട് തന്നെ മൈഗ്രൻ്റ് കെയർ എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് റിയാലിറ്റിയാണ്. അത് കടൽ തിരമാല പോലെ ചിലപ്പോൾ വളരെ കൂടിയിട്ടുണ്ടാകും. ഇപ്പോൾ അയർലൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ മൈഗ്രൻസ് പോകുന്നുണ്ട്. പണ്ടെല്ലാം ഇന്ത്യയിലേക്ക് പോയിരുന്നത്, ഇന്ന് ഇന്ത്യയിലോട്ട് പോകുന്നില്ല. മൈഗ്രൻസിന് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഒരു രൂപതയ്ക്ക് നിലനിൽപ്പില്ല. ഇതെനിക്ക് ആരംഭത്തിൽ എന്നെ മനസ്സിലാക്കി പരിശുദ്ധ സിംഹാസനം എന്നോട് പറഞ്ഞു, മൈഗ്രൻസ് ഷാൽ ബി എ മീൻസ് ടു ദ മിഷൻ. അതുകൊണ്ട് ഞാൻ മിഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. മൈഗ്രൻസിനെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. മൈഗ്രൻസ് നമുക്ക് ഒരു സാധ്യത മിഷനിലേക്ക് തുറക്കാൻ ദൈവം ഇടയാക്കി തന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ യാത്ര ചെയ്തിടത്തോളം ദുർഘടമായിട്ടുള്ള യാത്രകൾ, കിടക്കാൻ സ്ഥലമില്ലാതെ, ചിലപ്പോൾ ഞാൻ ഓർഡിനറി ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഓരോ വഴിവക്കത്തിരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തമാശ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉജ്ജയിനിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ എന്നെ സ്വീകരിച്ചു. എന്നിട്ട് ഞങ്ങളൊരു ജീപ്പിൽ പോവുക. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഈ കട്ടി കിട്ടും. ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹപാഠി എന്നോട് പറഞ്ഞു, ഈ ബിഷപ്പ് ആ സർവോട് പറഞ്ഞു, ഇന്ത്യയുടെ മുഴുവൻ അധികാരിയാണ്, മോഡി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലപ്പേര് ഉള്ള ഒരു ബിഷപ്പാണ്. അപ്പോൾ അവൻ എനിക്ക് ചായയൊക്കെ നന്നായിട്ട് തന്നു. എന്നിട്ട് അവൻ വന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ അച്ഛനോട് പറഞ്ഞു, ബിഷപ്പ് സ്വാമി ബഡ ആദ്മി ഹേ, പക്ഷേ ഗാഡി ചോട്ടി ഹേ. ഒരു പേട്ട വണ്ടിയിലാണ് ഞാൻ പോയത്. പേട്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെറുപ്പകാലത്ത് തൃശ്ശൂർ മുനിസിപ്പാലിറ്റി പിച്ചക്കാരെ പിടിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയുടെ പോലും സ്റ്റാൻഡേർഡില്ലാത്ത ഒരു വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ദുർഘടങ്ങൾ വളരെ വലുതാണ്, വലിയത്. ഇപ്പം നമുക്ക് സംവിധാനങ്ങളായി കഴിഞ്ഞപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണാൻ ആളുകൾ വരുന്നുണ്ട്, നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും പണ്ടില്ലായിരുന്നു. ശരിക്കും ആ രൂപതയുടെ ബാലാരിഷ്ടതകൾ ശരിക്കും പിതാവ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെറ്റമ്മയ്ക്ക് അതിൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് തട്ടിൽ പിതാവിന് ശംഷാബാദ്. ശംഷാബാദിൻ്റെ ഈറ്റുനോവ് അനുഭവിച്ച ഒരാളായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതുമാത്രമാണ്. അതിനെ എങ്ങനെയെങ്കിലും മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത് പോലെ എത്തിക്കാനായിട്ട്, എല്ലാ പ്രദേശങ്ങളിലേക്കും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, നോട്ട് ഓൺലി ഫോർ ദ മൈഗ്രൻസ് ബട്ട് ടു ദ മിഷൻസ്. എനിക്കൊരുപാട് പുതിയ മിഷൻ അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ പങ്കുവയ്ക്കാൻ കൊതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കറിഞ്ഞൂടെ, സമയത്തിൻ്റെ പരിമിതിയൊക്കെ നമ്മുടെ മുൻപിലുണ്ടല്ലോ. പിതാവ്, നമുക്കറിയാം ഈ കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പന്നമാണ്. പ്രത്യേകിച്ച് വലിയ വലിയ പള്ളികൾ, സ്ഥാപനങ്ങൾ, ഇതൊക്കെയുണ്ട്. ശംഷാബാദ് രൂപതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ചിലർക്ക് ഷെഡുകളിലൊക്കെ ആയിരിക്കാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ, ശംഷാബാദ് രൂപതയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു വിശ്വാസ തീക്ഷ്ണത പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം. എനിക്ക് രൂപത വന്നതിന് ശേഷം സിറോ മലബാർ സഭയുടെ ശിരസിൽ ചൂടിയ കിരീടം പോലെയാണിത് ശംഷാബാദ്. ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന രൂപത. പക്ഷെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, നമ്മുടെ സഭ ഒരു സെക്ടേറിയൻ സഭയാണ്. തൃശ്ശൂരിൽ നിന്ന് കരുവന്നൂർ പുറകെ കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടിയായി. അത്
അതുകൊണ്ട് ചാലക്കുടി പുഴ കഴിഞ്ഞാൽ എറണാകുളമായി, കുറ്റിപ്പുറം കഴിഞ്ഞാൽ താമരശ്ശേരിയായി, വൈക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലയായി, അതിരമ്പുഴ എത്തിക്കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയായി. ഇങ്ങനെ ചിന്തിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമഗ്ര വീക്ഷണം ശംഷാബാദിനെക്കുറിച്ച് കേരള സഭയ്ക്ക് ഇനി ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എനിക്ക് 2 മെത്രാന്മാർ വന്നു. ജന്മം കൊണ്ട് അവരൊരാൾ ചങ്ങനാശ്ശേരിക്കാരനും ഒരാൾ പാലക്കാരനുമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാക്കണം, പത്രങ്ങൾ ചങ്ങനാശ്ശേരിക്കൊരു മെത്രാനെ കിട്ടിയെന്നോ പാലയ്ക്കൊരു മെത്രാനെ കിട്ടിയെന്നോ അല്ല പറഞ്ഞത്, ശംഷാബാദിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സീറോ മലബാർ സഭ ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് വിട്ട് കുറേ കൂടെ മിഷനിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ശംഷാബാദ് രൂപത ഇടവരുത്തണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് മുഴുവൻ പലപ്പോഴും ദുർവ്യയം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സങ്കടമുണ്ട്. ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേദനിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറേ കൂടി ഒരു മാന്യതയുടെ ഭാഷ സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഞാനൊരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ പള്ളിയിൽ ഒരു പിയത്ത പണിതിട്ടുണ്ട്, പിതാവ് ഒന്ന് വന്ന് ആശീർവദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് വേറൊരാൾ വന്നിട്ട് കുറച്ച് കാശ് വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പിയത്ത പണിയണമെന്ന്. ഞാൻ അത് പണിതിട്ടുണ്ട് പിതാവേ, പിതാവിനെ കൊണ്ട് വെഞ്ചരിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് മാനസികമായിട്ട് അല്പം ഒരു സംഘർഷമുണ്ട്, അവിടെ നല്ലൊരു ഗ്രോട്ടോ ഉണ്ട്, അവിടെ പിന്നെ ഒരു പിയത്തയ്ക്ക് പ്രസക്തിയില്ല അച്ഛാ. അച്ഛനാ കാശ് എൻ്റെ കയ്യിൽ തന്നാലേ ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ ഒരു ഷെഡ് കിട്ടിയാലേ ഒരു 100 ആൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് അച്ഛന്മാർക്ക് എപ്പോഴുള്ള ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്. പള്ളികളുടെ റെനോവേഷൻ, പ്രെസ്ബിറ്ററികളുടെ റെനോവേഷൻ, സെമിത്തേരികളുടെ റെനോവേഷൻ, ഇതെല്ലാം ആവശ്യമുണ്ട് കേട്ടോ. ഇതിനൊന്നും ഞാൻ എതിര് പറയുകയില്ല. പെരുന്നാളുകളുടെ ആർഭാടങ്ങളുടെ വലുപ്പം, ഇവിടെയൊക്കെ ഒരു മിഷണറി ത്രസ്റ്റ് നമുക്കുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനതൊരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല. കാരണം സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ കെട്ടിടങ്ങൾ പണിയരുതെന്നുള്ളൊരു ആശയക്കാരനാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ ഇന്ന് വേണ്ടത് കൂടുതൽ മിഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളും മിഷൻ പള്ളികളെ ദത്തെടുക്കാനും മിഷനിൽ പള്ളികൾ പണിത് കൊടുക്കാനും മിഷനിൽ ജനങ്ങളെ കാണാൻ വരാനും അവിടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ ഒരു താല്പര്യം കാണിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. വൈദികരും സന്യസ്തരും ഒക്കെ മിഷനിലേക്ക് കുറേ കൂടെ തുറവി കാണിക്കാൻ ശംഷാബാദ് കാരണമാകണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. പലപ്പോഴും പിതാവെ, വിശ്വാസി സമൂഹം പലപ്പോഴും വേദനയോടെ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയാണ്. സഭ പലപ്പോഴും കേരള സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭ ആർക്കും കയറിക്കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് പലപ്പോഴും മാറുന്നു. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ആക്രമിക്കപ്പെടുന്നു. ഇത് സംഭവിക്കുന്നത് സഭയുടെ ഒരു ഫോക്കസ് മാറിപ്പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ദുരവസ്ഥ സഭയ്ക്ക് സംഭവിക്കുന്നത്? ഞാൻ അതിന് തീർത്തും നെഗറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നുണ്ട്, അതോറിറ്റി ഈസ് യുവർ ഒതൻറ്റിസിറ്റി. എൻ്റെ ആധികാരികതയാണ് എൻ്റെ അധികാരം. ആധികാരികതയില്ലാത്ത അധികാരികൾ, പ്രതീകങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അവിടെ ചോദ്യം ചെയ്യപ്പെടൽ അന്യായമായിരിക്കാം. പക്ഷെ അതിൽ നമ്മളോട് തിരുത്താൻ അവരാവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ചെവി കോർക്കണമെന്നാണ് ഞാൻ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഏതാണ്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു പ്രകൃതി ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നത് പാൾത്താര തന്നെ
പെരുന്നാൾക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റുകളാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണങ്ങൾക്കെല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റുകളാണ്. ഇപ്പോൾ ശവസംസ്കാരത്തിന് പോലും ഇവൻറ്റ് മാനേജ്മെൻറ്റുകളാണ്. അപ്പൻ മരിച്ചു എന്നുള്ള വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീം വന്നിട്ടാണ് എല്ലാം നടത്തുന്നത്. ബില്ല് പിന്നെ പേ ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു നൈസർഗികതയുടെ അഭാവമുണ്ട്. അവിടെയുള്ള ആത്മബന്ധങ്ങളുടെ ഒരു 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 താളപ്പിഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമുക്ക് നേരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ ഒക്കെ സത്യത്തിൽ എല്ലാം വസ്തുനിഷ്ഠമാണെന്നോ സത്യസന്ധമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ആ വെടിയൊച്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവർ പറയുന്നിടത്തോളം നമുക്ക് പരാജയങ്ങളില്ലെങ്കിലും പക്ഷേ അവർ പറയുന്ന വഴികളിലേക്കുള്ള ഒരു പ്രലോഭനം നമ്മുടെ മുൻപിലുണ്ടോ എന്ന് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് പിതാവ് ഈ യുവജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ജീസ് യൂത്ത് പോലത്തുള്ള യുവജന സംഘടനകൾ. നമുക്ക് പിതാക്കന്മാരാണെങ്കിലും സഭാ നേതൃത്വമാണെങ്കിലും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയാണ്. പ്രത്യേകിച്ച് കോവിഡൊക്കെ സൃഷ്ടിച്ച ഒരു വിശ്വാസ പ്രതിസന്ധിയുണ്ട്. നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? പിതാവ് എങ്ങനെയാണ് ആ ഒരു ആശങ്കയെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്ന ഈ കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികൾ വിശ്വാസത്തിനും സാൻമാർഗികതയ്ക്കും മൂല്യബോധത്തിനൊക്കെ വളരെ അപകടം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൻ്റെ കാറ്റ് ഉണ്ട്. ഇല്ലെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് സഭ കൂടുതൽ കരുതലും കൂടുതൽ വിവേകവും കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ പിള്ളേർ മുഴുവൻ വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോൾ വഴിതെറ്റിപ്പോകാത്ത എത്രയോ യുവജനങ്ങൾ നമുക്കുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ച് നമുക്ക് വഴി കാണിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു അജപാലന ശുശ്രൂഷയിലെ നമ്മൾ കാര്യങ്ങൾ നടത്താൻ ജോലിക്കാരായിട്ട് ആളെ ഉപയോഗിക്കുകയും അതിനുശേഷം അവർ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ശൈലി അത് അപകടമാണ്. ദേ ആർ നോട്ട് മിയർ വർക്കേഴ്സ്, നമ്മുടെ മക്കളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ബാന്തിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു പുതിയ മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ബാന്തിക്കുഴി അത് രാജസ്ഥാനിലാണ്. ഈ ബാന്തിക്കുഴിയിൽ ഞാൻ പറഞ്ഞ അച്ഛന്മാരോട് ഇവിടെ മൈഗ്രൻസ് കുറവായതുകൊണ്ട് നമുക്കൊരു മിഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ ഒരു റോൺസി അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ ഞാൻ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സ്ഥലം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അവിടെ ഒരു RSS സ്കൂളിലെ 3 മലയാളി ടീച്ചർമാരുണ്ട്. ഈ 3 മലയാളി ടീച്ചർമാരും ജീസസ് യൂത്താണ്. അവർ ശമ്പളം കുറച്ച് കിട്ടിയാലും മിഷന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി പോയിട്ടുള്ളവരാണ്. അതിലൊരാൾക്ക് 5ാമത്തെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ മാമോദീസ മുക്കാനാണ് അച്ഛൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഇവർ ജീസസ് യൂത്താണെന്നും ഇവിടെ മിഷസാദ്യം ഉണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞു കേട്ടപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. അങ്ങനെ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വില്ലേജേഴ്സ്, അവർ മീണ ഗ്രൂപ്പാണ്, അതൊരു ഗോത്രമാണ്. അവർ പറഞ്ഞു, ഇവിടെ അച്ഛനും കുഞ്ഞാസ്റ്റും ഒന്നും ഇവിടെ വേണ്ട, നിങ്ങളൊക്കെ മതം മാറ്റാൻ വരുന്നവരാണ്, നിങ്ങൾക്ക് സാധുക്കളുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. സാധു എന്ന വാക്കിൻ്റെ അർത്ഥം സന്യാസി എന്നാണ്. നമ്മുടെ തൃശ്ശൂർ രൂപതയിൽ കാവീട് ഇടവകയിൽ പെട്ട ഒരു സാധു ബ്രദർ അനിയൻ ഡൽഹി രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള വില്ലേജുകളിൽ. റോൺസിച്ചൻ പറഞ്ഞു, പിതാവിനെ ഈ സാധുവിന് നന്നായിട്ട് അറിയാം. ഞാൻ അനിയനെ കണ്ടു, അനിയനോട് പറഞ്ഞു എൻ്റെ കൂടെ വരണം. ഡൽഹി പിതാവുമായിട്ട് ഞങ്ങളോട് ചർച്ച ചെയ്ത് അനിയിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. മുണ്ടും ഒരു ഷോളും ഒരു തുണിസഞ്ചിയിലുള്ള സാധനങ്ങളല്ലാതെ വേറെ യാതൊന്നും അയാളുടെ കയ്യിലില്ല. അയാളെ ഇന്ന് ബാന്തിക്കുഴിയിലെ ജനങ്ങൾ ദൈവമായിട്ട് സ്വീകരിച്ചിരിക്കുക. നമ്മൾ അത്ഭുതപ്പെടും. അയാൾക്കൊരു വീട് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് ചുറ്റും ആളുകൾ കാവലുണ്ട്. ആ ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന് സാധുവിനെ കാണാൻ വരുന്നു. കാരണം ഞാനും നിങ്ങളൊക്കെ വിചാരിക്കുന്നത്
പലപ്പോഴും വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വിക്ടറിയുടെ അടയാളമാണ്, അത് നമ്മുടെ സക്സസിൻ്റെ അടയാളമാണ്. അത്തരം സ്ഥാപനങ്ങൾ വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ബാന്തിക്കുഴിയെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അത്ഭുതം തോന്നി. സത്യം പറഞ്ഞാൽ ഈ സാധു അനിയൻ ഞാൻ ഷക്കീനയിൽ കൊണ്ടുവന്നാൽ ഈ ഷക്കീനയിലെ പ്രേക്ഷകർ പറയും അയാൾക്ക് ഭ്രാന്താണ്, അയാൾ എന്ത് വട്ടനാണെന്ന് പറയും. പക്ഷേ ഈ മനുഷ്യൻ്റെ ആധികാരികതയാണ് ജനങ്ങളുടെ മുൻപിൽ പീഠത്തിൽ വെച്ച വിളക്ക്. ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് 3 ജീസസ് യൂത്തിൻ്റെ ചെറുപ്പക്കാർ വഴിയായിട്ടാണ്. നല്ലൊരു മിഷനായിട്ട് അത് വളരുകയാണ്. അപ്പം അതുകൊണ്ട് ചെറുപ്പക്കാർ മുഴുവൻ വഴിതെറ്റിപ്പോയി എന്നുള്ള ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു വിലാപത്തിൽ ഒരർത്ഥവുമില്ല. ധാരാളം മിടുക്കന്മാരായിട്ടുള്ള യുവജനങ്ങളുണ്ട്. അവരെ നയിക്കാനും നിയന്ത്രിക്കാനും ആധികാരികതയുള്ള ആനിമേറ്റേഴ്സായിട്ടുള്ള അച്ഛന്മാർ വേണം. ഞാൻ അച്ഛനായതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ പോലീസിൽ പറഞ്ഞാൽ മതി എന്ന് പിള്ളേർ പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആധികാരികതയുള്ള വ്യക്തിത്വങ്ങൾ, അത് യുവാക്കളാകാം, കാരണന്മാരാകാം, ആരും ആകട്ടെ, ഉണ്ടെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവ്, നമുക്ക് ശംഷാബാദ് രൂപതയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ പിതാവിൻ്റെ തീർച്ചയായും പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവിൻ്റെ രൂപതയിലെ വൈദിക സമൂഹത്തിൻ്റെ പിന്തുണ വളരെയധികം അത്യാവശ്യമാണ്. അവരുടെ ഒരു പിന്തുണ എത്രത്തോളമാണ്? ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ കേരള സഭയിൽ തന്നെ ചില രൂപതകളിലൊക്കെ വൈദികർ തന്നെ ഒഫീഷ്യൽ നേതൃത്വത്തിനെതിരെ തിരിയുന്ന ചില ദയനീയമായ കാഴ്ചകളുണ്ട്. പിതാവിൻ്റെ രൂപതയിൽ വൈദിക സമൂഹത്തിൽ നിന്ന് പിതാവിന് ലഭിക്കുന്ന പിന്തുണ എത്രത്തോളമാണ്? എനിക്ക് 18 അച്ഛന്മാർ സ്വന്തമായിട്ടുള്ളൂ. 162 അച്ഛന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാ രൂപതകളിൽ നിന്നുമുണ്ട്, എല്ലാ സന്യാസ സമൂഹങ്ങളിൽ നിന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ കുർബാനയുടെ കാര്യം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ടൈപ്പ് അച്ഛന്മാരും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഓൺലൈനിലാണ് വിളിച്ചത്. ഞാൻ ആകെ കൂടെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, പരിശുദ്ധ പിതാവും പരിശുദ്ധ സൂനകദോസും നമ്മളോട് ഈ കുർബാന പുതുക്കി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൂനകദോസിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും നിയോഗങ്ങൾ അനുസരിച്ച് നമ്മൾ സഹകരിക്കണം. നിങ്ങളെല്ലാവരും സഹകരിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപതയിലേക്ക് മടങ്ങിപ്പോകാം. ഞാൻ പുതിയ ആളെ കണ്ടുപിടിച്ചോളാം. പക്ഷെ പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ജോർജ് വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ രൂപതയിൽ 162 അച്ഛന്മാരിൽ ഒരാൾ പോലും എതിര് പറഞ്ഞിട്ടില്ല. വളരെ സഹകരിക്കുന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ രൂപതകളിൽ നിന്നുള്ള വൈദികർ അവിടെയുണ്ട്. എല്ലാ രൂപതകളിൽ നിന്നുള്ള വൈദികരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദികരുടെ സഹകരണം നിസ്സാരമല്ല. അത് വളരെ വളരെ കരുത്തുള്ളതാണ്. വളരെ കാലിക പ്രസക്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവം ചില സ്ഥലത്ത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തടിപിതാവിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. നീക്കിയിരിപ്പുണ്ടായിട്ട് കൊടുക്കാണ്ടാകുമ്പോഴാണ് പിണക്കമുണ്ടാകുന്നത്. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അച്ഛന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എൻ്റെ കയ്യിലുള്ള ഓഹരി നിങ്ങൾക്ക് കഴിവോളം ഞാൻ തരും. പക്ഷെ പിതാവിൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് ഇന്ന് വരെ അവരാരും എന്നോട് പിണങ്ങിയിട്ടില്ല. അവരോട് ഒരു വിഷമവും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്ന അത്തരത്തിലുള്ള ഒരു അച്ചടക്കം കേരള സഭയിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസവും. പിതാവ് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം എത്തുന്നു ശംഷാബാദ് രൂപതയിലെ ആ ഒരു മിഷൻ. ഈ മിഷണറി അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും പിതാവ് ഈ ഒരു 5 വർഷ കാലയളവിൽ മറക്കാൻ സാധിക്കാത്ത 1-2 മിഷണറി അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാം. എനിക്ക് തോന്നുന്ന എൻ്റെ മിഷണറി അനുഭവങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവം, ധാരാളം മനുഷ്യരെ പ്രാർത്ഥന കൊണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മോർണിംഗിൽ ഒരു പാവപ്പെട്ട രോഗി എന്നെ വിളിച്ചു. മരണത്തോട് മല്ലടിക്കുന്ന രോഗിയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പിതാവിനോട് പ്രോമിസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ സഹനങ്ങൾ പിതാവിൻ്റെ മിഷനുള്ള
ഒരു കാണിക്കയാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ വളക്കൂറുള്ള മണ്ണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ പിന്തുണയാണ്. ഒരുപാട് ആരാധന നടത്തുന്നവർ, ഒരുപാട് പ്രയർ ഗ്രൂപ്പുകൾ, ഒരുപാട് അൽമായർ, കുടുംബങ്ങൾ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നുണ്ട്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞു, വിളവധികം വേലക്കാർ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, വിള കൊയ്യാൻ വേലക്കാരെ തൻ്റെ വയലേലയിലേക്ക് അയക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ മിഷൻ വളർന്നത് കാശ് കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാണ്. ഒരുപാട് പേര് കൊന്ത കെട്ടി സഹായിക്കുന്നവർ. ഞാനിപ്പോൾ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു 1500-2000 കൊന്ത എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പല ഗ്രൂപ്പുകൾ തന്നിട്ടുള്ളതാണ്. പിതാവേ, ഞങ്ങൾക്ക് വേറെ വീട്ടിലൊന്നും സഹായിക്കാൻ പറ്റില്ല കേട്ടോ, ഞങ്ങൾ കുറേ കൊന്ത കിട്ടിയിട്ടുണ്ട്, പിതാവ് കൊണ്ടുപോക്കോ. കുടുംബ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നവർ. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ധരിച്ചു വെച്ചത് കാശുണ്ടായാലാണ് മിഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമായി, കാശൊന്നും വേണ്ട, പ്രാർത്ഥന കൊണ്ട് പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മിഷൻ വളരും. കൊച്ചു ത്രേസ്യ അതാണ്. അതുപോലെ തന്നെ അൽഫോൻസം അതാണ്. തൻ്റെ സഹനം മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വളമായി ഇടാൻ സന്മനസ് കാണിച്ചവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് പറയും, നിങ്ങൾ എനിക്ക് കാശ് തന്ന് സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളിൽ നിന്ന് കാശ് തരാൻ നിങ്ങൾക്ക് പറ്റാണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് തരാവുന്ന ഒരു സപ്പോർട്ടാണ് പ്രയർ സപ്പോർട്ട്. രണ്ടാമത് എനിക്ക് വളരെയേറെ എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ്, പിതാവ് ഞങ്ങളുടെ ഇടവകയിലൊന്ന് വന്നിട്ട് മിഷനെ കുറിച്ചൊന്ന് സംസാരിക്കുമോ. ഞാൻ ഇന്ന് 3-4 ഇടവകളിൽ പോയിട്ടാണ് വരുന്നത്. പലപ്പോഴും തട്ടിൽ പിതാവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ കുറേ കാശ് തട്ടിപ്പിതാവിന് കൊണ്ടുപോകാനായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മിഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അത് കേൾക്കുന്നവരെ, അല്ലെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് കണ്ടവരെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടവർ എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ബിഷപ്പേ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി, ആ യൂട്യൂബ് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, ഞാൻ കുറച്ച് കാശ് അയച്ചു തരട്ടെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അതെനിക്കൊരു പുതിയ അനുഭവമാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് തേടി വരുന്ന ആളുകൾ, അത് രണ്ടാമത്തെ ഒരു വലിയ അനുഭവമാണ്. ഞാൻ എൻ്റെ നീക്കിയിരിപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് വരെ എൻ്റെ അച്ഛന്മാർക്കും എൻ്റെ ശുശ്രൂഷകൾക്കും ഒരു തടസ്സം വരാത്ത വിധത്തിൽ ദൈവം എല്ലാ ദിവസവും മന്ന വർഷിച്ചിട്ടുണ്ട്. ആ മന്ന എനിക്ക് കൊണ്ടുവന്ന് പറക്കി തന്നിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അതാണ് രണ്ടാമത്തെ എൻ്റെ അനുഭവം. ഒരു സപ്പോർട്ട് ബൈ സോളിഡാരിറ്റി. ഒന്നുമില്ല പിതാവ്, എന്നാലും ഇത് പിതാവ് കൊണ്ടുവെക്കും. എൻ്റെ ഒരു 10 ബൈബിളേ ഉള്ളൂ, എൻ്റെ ഒരു 10 കൊന്തേ ഉള്ളൂ, പിതാവ് കൊണ്ടുവെക്കോ പിതാവേ. അങ്ങനെ പറയുന്ന, ഞാനൊരു കാര്യം പറ്റേ, എത്ര നോട്ട് യൂസ്ഡ് ബിൽഡിങ്സ് കിടക്കുന്ന രൂപത നമ്മുടെ സ്ഥലങ്ങളാണ്, ഉപയോഗിക്കാതെ കിടക്കുന്ന വീടുകൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന സന്യാസ ആശ്രമങ്ങളുടെ സ്ഥലങ്ങൾ. അതൊക്കെ എനിക്ക് തോന്നുന്നേ നമ്മുടെ മുൻപിൽ ഉയർന്നൊരു ചോദ്യമുണ്ട്. സെഹിയോൻ മാടിയോ കൊടുത്ത ഒരു നല്ല മനുഷ്യനാണ് പെന്തക്കുസ്താക്ക് വേദിയൊരുക്കിയത്, കുർബാനയ്ക്ക് വേദിയൊരുക്കിയത്. കഴുതിയെ കൊടുത്ത ഒരാളാണ് കർത്താവിൻ്റെ ഓശാന പ്രദർശനത്തിന്. അരിമത്യക്കാർ ഔസേപ്പ് കൊടുത്ത കല്ലറയാണ് കർത്താവിൻ്റെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സോളിഡാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് എനിക്ക് എപ്പോഴും മിഷനോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യമുണ്ടല്ലോ. കർത്താവിനെ കാണാൻ കിഴക്ക് നിന്ന് വന്ന പൂജരാജാക്കന്മാർ നക്ഷത്രം കണ്ടു വന്നവരവർ. ആ നക്ഷത്രം കണ്ട് കർത്താവിൻ്റെ ഒരു പൊന്ന് മീറ കുന്തിരിക്കാൻ കാഴ്ചവെച്ചു. ഒരുപക്ഷെ നമ്മുടെ ആളുകൾ ഈ ലോകത്തിൽ കാണാത്ത എന്താ ഉള്ളത്. എന്നോട് ഈ അടുത്ത് ഒരച്ഛൻ ചോദിച്ചു, പിതാവ് ഇത്തവണ അതിരപ്പള്ളി കാണേണ്ട കാഴ്ചയായിട്ടില്ല, എന്തൊരു വെള്ളച്ചാട്ടമായിരുന്നു അറിയാമോ.
ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതിലും വലിയ വെള്ളം ചാട്ടിയാൽ മിഷനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിത് പറയുന്നത് നമ്മുടെ ആളുകൾ കർത്താവിനെ കാണാൻ പൂജരാജാക്കന്മാർ വന്നതുപോലെ വരണം. എനിക്കറിയുന്ന ഒരു കുടുംബമുണ്ട്, ഡൽഹിയിൽ നിന്നാണ് അവർ. അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും മിഷൻ കാണാൻ വന്നതാ. കണ്ടുപോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പിതാവേ എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം പറഞ്ഞു, ഇത്തവണ നമ്മൾ തട്ടിൽ പിതാവിൻ്റെ മിഷൻ കാണാൻ പോവാണ്. ഫാമിലിയായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാൻ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കാശും തരണ്ട, നിങ്ങളൊന്നും തരണ്ട, പക്ഷെ നിങ്ങൾ മിഷൻ്റെ സാധ്യതകൾ കണ്ടുപിടിക്കണം. മിഷൻ്റെ സാധ്യതകൾ കണ്ടുപിടിക്കണം. അങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലോ, വലിയ ബലമാണ്, നമുക്ക് വലിയ ബലമാണ്. ആ നക്ഷത്രം കണ്ടു, ഈ ശംഷാബാദ് അല്ലെങ്കിൽ മറ്റുള്ള മിഷൻ രൂപതകൾ അതൊക്കെ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്ര തേജസ്സിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷകനാണ്. നിൻ്റെ വെളിച്ചം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു 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 സപ്പോർട്ട് ബൈ യുവർ പ്രസൻസ്, യുവർ അക്കമ്പനിമെൻറ്റ്, അതുണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാനുള്ള ഒരു 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 നിലപാടിതാണ്. 4, നമ്മൾ നടത്തുന്ന എല്ലാ എക്സ്പെൻഡിച്ചറിലും കർത്താവിന് മിഷൻ ഒരു ദശാംശം കൊടുക്കാൻ പഠിക്കണം. നമ്മൾ പഠിക്കണം. മരണമായാലും ജനനമായാലും കല്യാണമായാലും പെരുന്നാളായാലും ഒക്കെ മിഷൻ ഒരു ദശാംശം കൊടുക്കണം. നമ്മളത് കൊടുത്താലുണ്ടല്ലോ മിഷനിൽ അത്ഭുതങ്ങൾ നടക്കും. പലപ്പോഴും മിഷനിലെ കാശില്ലാത്തത് കൊണ്ട് കാശുണ്ടാക്കാനാണ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. സത്യം പറഞ്ഞ കാശ് കൊടുക്കാൻ സംവിധാനങ്ങളുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയാമോ? ഇത് ചോദിച്ചിട്ട് എനിക്ക് കിട്ടാണ്ട് വരുന്നൊരു സമയം ഉണ്ടാവുന്നതിന് മുൻപ് ആരോടും ചോദിക്കാണ്ട് കാശ് ജനറേറ്റ് ചെയ്യുന്നൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യും. അതിന് ഞാൻ പറയും, അറിവില്ലാത്തവരെ പഠിപ്പിക്കാനാണ്, രോഗികളായിട്ടുള്ളവരെ ശുശ്രൂഷിക്കാനെന്നൊക്കെ ഞാൻ പറയുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ സർപ്ലസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരു ദശാംശം കൊടുക്കാൻ തയ്യാറായാൽ മിഷനിലേക്കൊന്നും ഒരു ഫണ്ടിന് ഒരു കുറവും ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാപനങ്ങൾ വരുന്നത് പലപ്പോഴും കാശ് കിട്ടാൻ മാർഗമില്ലാത്തത് കൊണ്ട് കാശുണ്ടാകുന്ന മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് അവസാനമായിട്ട് 2 ചോദ്യം കൂടി. പിതാവിൻ്റെ ഒരു മിഷണറി എക്സ്പീരിയൻസ് വെച്ചിട്ട് സഭ വളരുകയാണോ തളരുകയാണോ? എനിക്കതേക്കുറിച്ച് പറയാനേ ഒന്നേ ഉള്ളൂ, സഭ തളരുന്നത് ഇല്ല. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും സഭ ഇവിടെ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ആൾക്കൂട്ടവും എണ്ണവുമാണ് സഭ എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് സഭ തളരുകയും സഭ വളരുകയും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷം പീഠത്തിൽ വെച്ച് വിളക്ക് പോലെ ഉയർത്തി വയ്ക്കപ്പെടുന്ന സ്ഥലത്ത് ഞാൻ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, 132 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച മദർ തെരേസയെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. മഹാത്മാഗാന്ധിജി അതുപോലെ മനസ്സിൽ ജനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു തിരുശേഷിപ്പാണ് മദർ തെരേസ. അതുകൊണ്ട് എനിക്ക് സഭ തളരുന്നു എന്ന് പറയുന്നത് സത്യമല്ല. സഭയുടെ തളർച്ച കെട്ടിടങ്ങൾ വലുതായതിൻ്റെ പേരിലോ ആൾക്കൂട്ടം കൂടിയതിൻ്റെ പേരിലല്ല. നേരത്തെ പറഞ്ഞതുപോലെയാണ്, പറയുന്നത് പോലെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്തൊക്കെ സഭയ്ക്കൊരു തളർച്ചയും ഉണ്ടാകില്ല. സഭ തളരുന്നുവെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറയുന്നത് പോലെ ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാളും
ഒന്ന് തല വെട്ടിയിട്ടോ വാല് വെട്ടിയിട്ടോ മൂക്ക് മുറിച്ചിട്ടോ സഭയെ തളർത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. സഭ തളരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വയംകൃതമായിട്ടുള്ള എതിർ സാക്ഷ്യത്തിൻ്റെ പരാജയം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവെ, പുതിയ സഹായം മെത്രാന്മാരെ ലഭിച്ചിരിക്കുന്നു. ശംഷാബാദ് രൂപതയുടെ വളർച്ച ഒന്നും ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ 5 വർഷമായിട്ടുള്ളൂ. പക്ഷെ വളരെയധികം കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോയി. ഇനിയും ഒത്തിരിയധികം വളരാനുണ്ട്. ഇനി പുതിയ രൂപതകൾ എങ്ങനെ വിഭജനം അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ? ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത സ്ഥാപിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വി ഹാൻഡ് ഓവർ യു ആൻ എൻവലപ്പ് ഓഫ് ഡ്രീംസ് ആൻഡ് വി ഈഗർലി അവൈറ്റിംഗ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലൈസ്ഡ്. അതുകൊണ്ട് തന്നെ ശംഷാബാദ് രൂപത ഇത്രയും വലിയൊരു പീസായിട്ട് കിടക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇത് കുറേ കൂടെ മുറിച്ച് കഷ്ണങ്ങളാക്കുന്ന അതിൻ്റെ പദ്ധതികളൊക്കെ ഉണ്ട്. ഈ അടുത്ത് തന്നെ നിങ്ങൾ അതിൻ്റെ ഈ സഹായമെത്രാന്മാരുടെ അനുബന്ധമായിട്ടുള്ള തീരുമാനങ്ങളുടെ അത് ഇപ്പോഴേ പറയാൻ മാത്രം അതിനെ ഒരു പബ്ലിക് നേച്ചർ ആയിട്ടില്ല. ഇപ്പം തന്നെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ രൂപത ഇനിയും മുറിച്ച് പുതിയ രൂപതകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശംഷാബാദിൻ്റെ സാധ്യതകൾ അത് മുഴുവൻ വളർച്ചയുടെ സാധ്യതകളാണ്. ആ വളർച്ചയുടെ ഗതിവിഗതികൾ ഒരുപക്ഷെ കാണാൻ നമുക്കൊക്കെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ സ്വപ്നം. അവസാനമായി പിതാവെ, ഷെക്കേനയുടെ തുടക്കം മുതൽ തന്നെ ഷെക്കേനെ അനുയാത്ര ചെയ്ത പിതാവാണ്. ഷെക്കേനയുടെ ഓരോ തുടുപ്പും അറിയാവുന്ന പിതാവാണ് പ്രിയപ്പെട്ട തട്ടിൽ പിതാവ്. ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് പിതാവിന് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പറയാൻ? എനിക്ക് ഷക്കീനയെക്കുറിച്ച് എന്നും തോന്നിയിട്ടുള്ളൊരു ചിന്തയുണ്ട്. ദാവീദിൻ്റെ കൗണിയിൽ കർത്താവ് വെച്ച കല്ലാണ് ഷക്കീന. ഒരുപാട് ഗോലിയാത്തുമാരെ തട്ടി താഴെയിടാൻ ഈ കവണിക്കും ഈ ഇതിലെ കല്ലിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതിലൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഷക്കീന ആരംഭിച്ചതിൽ നിന്ന് അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഇതിലെ കല്ല് കർത്താവിൻ്റെ കല്ലാണ്. ഈ കല്ലിൻ്റെ ശക്തി ഷക്കീനയുടെ ശക്തിയല്ല, കാശിൻ്റെ ശക്തിയല്ല, അത് കർത്താവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഇത് പരാജയപ്പെടില്ല. ഇത് മുന്നോട്ട് തന്നെ കർത്താവ് കൊണ്ടു നടക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. ഞാനതിനു വേണ്ടി നന്നായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. തീർച്ചയായും മിഷൻ അനുഭവങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് പിതാവ് പങ്കുവച്ചത്. പിതാവിൻ്റെ ശുശ്രൂഷകളെ ഇനിയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശംഷാബാദ് രൂപത കർത്താവിൻ്റെ സ്വപ്നമനുസരിച്ച് ഇനിയും കൂടുതൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും പിതാവേ. താങ്ക് യു പിതാവ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.